കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്ക് എതിരെയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിന് എതിരെയും ലേബർ കോഡ് അടക്കമുള്ള കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് INTUC-യുടെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന് സണ്ണി തട്ടിങ്കൽ അധ്യക്ഷത വഹിച്ചു. തിരുക്കൊച്ചി തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി KK ജനാർദ്ദനൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായിരുന്ന ആൾക്കാരെല്ലാം 5-10 കൊല്ലം കൊണ്ട് സമ്പന്നരായി എന്നുള്ളത് ഒഴിച്ചാൽ സാധാരണക്കാർക്ക് തോട്ടം തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? അവരുടെ നേതാക്കന്മാർ തന്നെ, അവരുടെ പ്രവർത്തകർ തന്നെ, അവരുടെ സംഘാടകർ തന്നെ പറഞ്ഞു തുടങ്ങി ഈ ഭരണം 3-5 കൊല്ലം കൂടെ മുന്നോട്ട് പോയാൽ കേരളം ബംഗാൾ ആവർത്തിക്കുമ്പോൾ തന്നെയല്ല പാർട്ടി ഇവിടെ ഇല്ലാതാകുന്നു. ആ സ്ഥിതിയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാന കാരണം നമ്മുടെ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്യുന്ന ഒരു സംഘടനയാണ് INTUC. തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് രംഗത്ത് വന്നാലും ആ കൂടി ആ സമരത്തിൽ പങ്കെടുക്കുക, ആ സമരം വിജയിപ്പിക്കുക ചെയ്യാൻ ഒരു ബാധ്യത ഏറ്റെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് INTUC. നാളെയും അത് തന്നെ ചെയ്യും. ഇവിടെ INTUC ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ B. തോമസ്, റോയി കപിൽമക്കൽ, ഓലിക്കൽ സുരേഷ്, KN രാമദാസ്, അബു ഉബൈദത്ത്, ഷാജി വെള്ളനാടി, മാത്യു ഓലിക്കൽ, ജോസഫ് ആനക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. നിങ്ങൾക്കറിയാമോ, ഡിസംബർ ഈ ശമ്പളം വർദ്ധിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. അനക്കമുണ്ടോ? ആരെങ്കിലും ഒരു അക്ഷരം പറയുന്നുണ്ടോ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ? നിങ്ങൾ ഇത്രയും തൊഴിലാളികളല്ലേ, കേട്ടോ? ഇല്ല. അപ്പം അവർ വർദ്ധിപ്പിച്ചത് എവിടെയാ? ജയിലിൽ കിടക്കുന്നവന് 700-750 രൂപ ശമ്പളം വർദ്ധിപ്പിച്ചു. തൊഴിലാളി ആരും നോക്കാൻ? ഈ തൊഴിലാളി പ്രസ്ഥാനം കൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, CITU, AITC ഒക്കെ ഉണ്ട്. അവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. അത് തൊഴിലാളി വിരുദ്ധമാണ്. ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം.